നടി സരിതയും കാമുകനും ഒരുമിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തതാണ്. എന്നിട്ട് സംഭവിച്ചതോ? ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണയം എല്ലാം വിജയിക്കണമെന്നില്ല. വർഷങ്ങളോളം പ്രണയിച്ച് ഒരു ദിവസം വേർപിരിയേണ്ടി വന്ന കവിതാക്കളുടെ ജീവിതം നമുക്ക് പലർക്കും അറിയാം. നമ്മളിൽ പലർക്കും പ്രണയമുണ്ടായിരിക്കാം. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു എന്നതാണ്. ഇവിടെ ബഹുഭാഷകളിൽ അഭിനയിച്ച് പേരെടുത്തൊരു നടിയാണ് സരിത. ആ സരിതയ്ക്ക് മലയാളിയായ ഒരു ചെറുപ്പക്കാരനോട് പ്രണയം തോന്നി. ആ പ്രണയം ഇരുവരും പങ്കുവച്ചു. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കുറേ സംഭവങ്ങൾ, അതിന് സാക്ഷിയാകേണ്ടി വന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സരിത തമിഴ്, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ച് സൂപ്പർ നായിക നടിയായി തീർന്നൊരു സമയമുണ്ട്. പ്രത്യേകിച്ച് കെ ബാലചന്ദ്രൻ, കമലഹാസൻ, സരിത. അങ്ങനെ ഒരു നടിക്ക് നേടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നേടി അഭിനയിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും മലയാള സിനിമയിലെ പ്രശസ്ത നിർമ്മാതാവ് ജൂബിലി ജോയ് തോമസും ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറും കൂടി തമിഴ്നാട്ടിൽ ചെന്നൈയിലെത്തിയത് ഞങ്ങൾ റിപ്പോർട്ട് ശേഖരിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് സരിതയെ അറിയാം, മറ്റുള്ള പലരും അറിയാം. അപ്പോൾ ജോയ് തോമസിന് സരിതയെ നായികയാക്കി ഒരു സിനിമ ചെയ്യണം. മലയാളത്തിൽ ആദ്യമായിട്ടാണ് സരിത നായികയാവുന്നത്. പക്ഷേ ജോയ് തോമസിന് സരിതയെ മുഴുവൻ പരിചയമില്ല. അപ്പോൾ മദ്രാസിൽ ഞങ്ങളുടെ ബന്ധം ടി രാജേന്ദ്രൻ്റെ സിനിമയിൽ സരിത അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടി രാജേന്ദ്രൻ്റെ സെറ്റിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ രസകരം വെച്ചാൽ ടി രാജേന്ദ്രൻ്റെ മകൻ, നമ്മളിപ്പോൾ ചിമ്പു എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ സംവിധായക നടൻ, ഒരു ബാലതാരമാണത്. സരിതയുണ്ട്. ഈ പയ്യനാണെങ്കിൽ അഭിനയിക്കാൻ പറഞ്ഞ് അഭിനയിക്കില്ല. രാജേന്ദ്രൻ അവനൊരു അടിയുണ്ട്. ഈ അടി കൊണ്ട് കരയുന്ന സമയത്താണ് ഞങ്ങളവിടെ ചെന്നത്. സരിത, അതായത് നമ്മൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുത്ത സൗന്ദര്യമല്ല, കറുപ്പിൻ്റെ 7 അഴക് എന്ന് പറഞ്ഞ പോലെ ഒരു മെലിഞ്ഞ ഒരു നടി, ഒരു സുന്ദരി, വളരെ ഭവ്യതയോടെ അവിടെ നിൽക്കുന്നു. ഒരു അഹങ്കാരവുമില്ല. ജൂബിലി ജോയ് തൻ്റെ നായികയെ നോക്കുന്നു. രാജേന്ദ്രനോട് ഞങ്ങൾ വന്ന കാര്യം പറയുന്നു. രാജേന്ദ്രൻ്റെ സ്ഥിതി, രാജേന്ദ്രനെയും ജൂബിലി ജോയും കണ്ടാൽ ഒരമ്മ പ്രസവിച്ച ഇരട്ടകളെ പോലെ തോന്നും. രാജേന്ദ്രൻ്റെ താടി, ജൂബിലി ജോയിയുടെ താടി, ഏകദേശം അതേ ചായ. ഈ രണ്ടുപേരെ നോക്കി പെട്ടെന്ന് സരിത ചിരിക്കുകയാണ്. അപ്പോൾ എന്താ ചിരിച്ചത് ചോദിക്കുമ്പോൾ, അല്ല, നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരേപോലെ തോന്നും, അതുകൊണ്ട് ചിരിച്ചതാണ് പറഞ്ഞത്. വന്ന കാര്യം സംസാരിക്കുന്നു. ടി രാജേന്ദ്രൻ ഏറ്റവും വളരെ മാന്യനായ ഒരു സംവിധായകൻ എന്നാലോചിക്കും, നടനും സംവിധായകനും. അതിലത്തെ നായകൻ ടി രാജേന്ദ്രനാണെന്ന് ആലോചിക്കണം. പറഞ്ഞത് ഇത്രയാണ്: ജൂബിലി ജോയിയുടെ സിനിമ, ജോഷിയാണ് സംവിധായകൻ, കലൂർ ഡെന്നീസും കൊച്ചും ഖനീഫയ്ക്കാണ് കഥയും തിരക്കഥയൊക്കെ എഴുതുന്നത്, സന്ദർഭം എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്, മമ്മൂട്ടിയാണ് നായകൻ. അന്ന് ബേബി ശാലിനി കത്തി പടർന്നു നിൽക്കുന്ന സമയമാണ്. ബേബി ശാലിനിയാണ് മകളായിട്ട് അഭിനയിക്കുന്നത്. കഥയുടെ ഏകദേശ കാര്യങ്ങൾ സംസാരിക്കുന്നു. സരിത സമ്മതിക്കുന്നു. അങ്ങനെ സരിത മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്നു. കണ്ണൂരിലാണ് ഷൂട്ടിംഗ് സന്ദർഭത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ തുടക്കം മുതലേ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ജോഷിയാണ് സംവിധായകൻ, മമ്മൂട്ടിയുണ്ട്. ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ സിനിമയ്ക്ക് മാധ്യമ പ്രവർത്തനം വിട്ട് നല്ല ഒരു കുടുംബമാണ് ശരിക്കും ജൂബിലി എന്ന് ആലോചിക്കണം. എല്ലാം ഞങ്ങൾ 4-5 ദിവസമൊക്കെ അവിടെ അടിച്ച് പൊളിച്ച് താമസിക്കുന്നു. മാത്രമല്ല,
ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ മാറ്ററുകൾ, ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ, മറ്റതും മറിച്ചൊക്കെ എടുക്കുന്നു. അങ്ങനെയാണ് ആ പടം ഭയങ്കര സൂപ്പർ ഹിറ്റായി. അപ്പോൾ സരിതയെ മലയാള പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നു. അതിൽ നമ്മളൊക്കെ ഡോക്ടർ സാറേ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ഈ ബേബി, ശാലിനി, മമ്മൂട്ടി, സരിത, അങ്ങനെ സുകുമാരനൊക്കെയുള്ളതാണ് പടം. അങ്ങനെ ആ പടത്തിന് ശേഷം മുഹൂർത്തം 11:30 വീണ്ടും എടുക്കുന്നു, ജോഷ് സംവിധാനം ചെയ്യുന്നു. ആ പടം കൂടി ഹിറ്റായതിനു ശേഷം സരിത മലയാള സിനിമയിലെ പ്രിയങ്കരിയായി മാറി എന്നുള്ളതാണ്. നായികയ്ക്ക് വേണ്ടത് നിറമല്ല, അഭിനയമാണ്. അതായത് കറുപ്പിൻ്റെ 7 അഴകുള്ള ഒരു തെലുങ്ക് നാട്ടിൽ പിറന്ന ഒരു നടി മലയാള സിനിമയിലെ വെന്നിക്കൊടി പാറിക്കുന്ന കാണുന്നു നമ്മൾ. അങ്ങനെ അവർ പല സിനിമകളിൽ അഭിനയിക്കുന്നു. ആ സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു ഘട്ടത്തിൽ മലയാളത്തിലെ നാടക ആചാര്യനായ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ഒ മാധവൻ, വിജയകുമാരിയുടെ മകൻ, LLB കഴിഞ്ഞ, അതായത് ഞങ്ങളുടെ നാന കുടുംബത്തിലെ ബലൂൺ എന്ന സിനിമയിലൂടെ നായകനായി വന്ന മുകേഷ് സരിതയുമായി പ്രണയത്തിലാവുന്നു. ഈ പ്രണയം രഹസ്യമാണെന്ന് ആലോചിക്കണം. പെട്ടെന്ന് ഇതൊക്കെ വിപ്ലവമൊക്കെ ഉണ്ടെങ്കിലും ഈ മുകേഷിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ പെട്ടെന്ന് ആ വിഭാഗത്തിന് സമ്മതിക്കണമെന്നില്ല എന്നൊരു തോന്നലുണ്ടായി. പലരും മുകേഷിനോട് പറഞ്ഞു, മുകേഷേ, നിങ്ങൾ തമ്മിൽ പല വ്യത്യാസമുണ്ട്. ഒന്നാമത് പ്രായത്തിൽ വ്യത്യാസമുണ്ട്, കുടുംബ മഹിമയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ പ്രണയം ഇപ്പോഴേ ഇല്ലാതാക്കണം. അവർ രണ്ടുപേരും ആ പ്രണയത്തിന് മാറാൻ തയ്യാറായില്ല. പക്ഷേ എല്ലാ വാർത്തകളും ആദ്യം അറിഞ്ഞിരുന്ന ഞാൻ ഇവരുടെ പ്രണയത്തിൻ്റെ തുടക്കമൊന്നും നമുക്കറിയാൻ കഴിഞ്ഞില്ല. ഇവരുടെ പ്രണയത്തെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞത് സംവിധായകൻ ചന്ദ്രകുമാറാണ്. ചന്ദ്രകുമാറും എൻ്റെ പ്രിയ സ്നേഹിതനും പ്രശസ്ത നാടകൃത്തും എഴുത്ത PM താജ് രണ്ടുപേരും കൂടിയാണ് പറഞ്ഞത്, നിങ്ങൾക്കൊരു നല്ല സ്കൂപ്പ് സാധനമുണ്ട്, അത് ഇന്ന് വേണമെങ്കിൽ ഇവർ പ്രണയത്തിലാണ്, അതിൻ്റെ രംഗം നേരിട്ട് കാണണമെങ്കിൽ നമുക്കിവിടെ ഇരിക്കാം. അതായത് അന്ന് PC 369 എന്നുള്ളൊരു സിനിമ താജ് എഴുതി ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്നു. സരിത നായിക, മുകേഷ് നായകൻ. അങ്ങനെ മലമ്പുഴയിലാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ്. അപ്പോൾ വയലിൽ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അന്നൊക്കെ ഞാൻ ചെസ്സ് നന്നായിട്ട് കളിക്കുന്നവരാണ്. അപ്പോൾ ചെസ്സ് കളി ഗ്രൂപ്പ്. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഒരറ്റം രണ്ടുണ്ട്, അതിന് നടുക്കിൽ ഞങ്ങളിരുന്ന് ചെസ്സ് കളിക്കുക. അവർ പറഞ്ഞു, എനിക്ക് വേറെ ഒരു ദുരുദ്ദേശമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മതിയാക്കി പോകുമ്പോൾ ചന്ദ്രൻ അവിടെ പറഞ്ഞു, ചന്ദ്രൻ പറഞ്ഞു, വലിയ എവിടെ ഇരിക്കി, താജു എന്നെ പിടിച്ചിരുത്തി, നിങ്ങൾക്ക് ഒരു രസകരമായൊരു സംഭവം കാണാം, രസകരമായിട്ട് എഴുതുകയും ചെയ്യാം. എന്താ സംഭവം? വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ 9 മണി കഴിയുന്നു, ഒരു 9:30 അപ്പോൾ എന്നോട് കുറച്ച് കഴിയുമ്പോൾ താജ് പറഞ്ഞു, ആ വലത് ഭാഗത്തേക്കൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. വലത് ഭാഗത്ത് നോക്കിയപ്പോൾ അറ്റത്ത് വലത് ഭാഗത്ത് ഒരു മുറിയുടെ ഡോറ് തുറന്ന് ഒരു തല ഇങ്ങനെ പുറത്ത് വരുന്നു. അത് നടൻ്റെ തലയാണ്. നടൻ മുകേഷിന് തല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയോ നോക്കുന്നത് പോലെ നോക്കുന്നുണ്ട്. അവിടെ എന്നെ കാണുന്നു, തല പെട്ടെന്ന് ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ചന്ദ്രകുമാർ പറഞ്ഞു, ആ മറ്റേ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു. ആ അറ്റത്ത് നോക്കിയപ്പോൾ ഒരു തല അവിടെ നിന്ന് വരുന്നു. അത് സരിതയുടെ തലയായിരുന്നു. സരിതയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. 10:30 വരെ ഞങ്ങൾ അവിടെ തന്നെ മാറ്റിയില്ല അവർ. കാരണം എന്നെ കണ്ടതുകൊണ്ടാണ് ഈ 2 പേര് അവിടെ പേടിച്ചിരിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും, മുകേഷിന് സരിതയുടെ മുറിയിലേക്കോ സരിതയ്ക്ക് മുകേഷിൻ്റെ മുറിയിലേക്ക് പോകണം. അവർ പ്രണയിച്ച് നടക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. ഒടുവിൽ മുകേഷ് ഞങ്ങളുടെ ഇടയിൽ വന്ന് പറഞ്ഞു, ചെസ്സ് കളി നടന്നോ കേട്ടോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഞാനും സരിതയും പ്രണയിച്ചു എന്ന് എഴുതാൻ പോലെ എഴുതിക്കോ, എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് വളരെ കൂളായിട്ട് മുകേഷ് സരിതയുടെ മുറിയിലേക്ക് പോകുന്നു. അന്നാണ് അവരുടെ പ്രണയം ഇത്രയും ഡെപ്തിലേക്ക് പോയെന്ന് മനസ്സിലായത്. അത് പലരും പറഞ്ഞു വേണ്ട എന്ന് പലരും അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു, ഒരു ശക്തിക്കും ഞങ്ങൾ വേർപിരിക്കാൻ കഴിയില്ല, മരണത്തിന് മാത്രമേ ഞങ്ങൾ വേർപിരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയം തുടങ്ങിയവർ പിന്നെ ഇതെല്ലാം അറിഞ്ഞു. അവരെ വേർപിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മുകേഷിൻ്റെ കുടുംബവും സഹകരിച്ചു. അങ്ങനെ സരിത
ഒ മാധവൻ്റെ കുടുംബത്തിലേക്ക് മരുമകളായി വന്നു. സത്യം പറയാമല്ലോ, ഒ മാധവന് സരിതയെ മരുമകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സന്തോഷകരമായ ജീവിതത്തിനിടയിൽ ചില സംശയങ്ങൾ സരിതയ്ക്ക് വന്നു. തൻ്റെ ഭർത്താവ് തന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നി. പിന്നീട് സംശയം വർദ്ധിച്ചു. സംശയം ശരിയാണെന്ന് തോന്നി. ഡിവോഴ്സ് അവൻ്റെ വക്കീലെത്തി. അവസാനം വേദനയോടെ വേർപിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ 2 മക്കളെയും കൊണ്ട് സരിത മദ്രാസിൽ താമസമാക്കി. മക്കളോടൊത്ത് അവർ സുഖമായി ജീവിക്കുന്നു. മുകേഷ് പിന്നീട് പ്രശസ്ത നർത്തകി അഭിനേത്രിയായ മേതിൽ ദേവികയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ അവരും രണ്ടുപേരും വേർപിരിഞ്ഞ പോലെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മരിക്കുന്നവരെ ഒരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയില്ല എന്ന് സരിതയും മുകേഷും തീരുമാനിച്ചു. അത് സത്യമായിരുന്നു. അവരെ തന്നെയാണ് വേർപിരിച്ചതെന്ന് ആലോചിക്കണം.